എൻ്റെ പേര് റംലത്ത്. ഞാൻ കാളികാവുന്നാണ് വന്നത്. നിംസ് ഹോസ്പിറ്റലിൽ വന്ന് മുഹമ്മദ് സെമിൽ സാറിനെ കണ്ട്. കയ്യിന് ഭയങ്കര വേദനയായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെ കണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കഴുത്തിൻ്റെ പെരടിൻ്റെ ഡിസ്ക് 2 മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി വെച്ചു. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കൈയിൻ്റെ വേദന ഫുള്ള് മാറി. കുഴപ്പമൊന്നുമില്ല, സുഖമായി. ിലും കാണുന്ന ഒരു വിഷമം പിടിച്ച ആരോഗ്യ പ്രശ്നമാണ് കഴുത്തിൻ്റെ നട്ടെല്ലിൻ്റെ ഡിസ്ക് മൂലമുള്ള കഴുത്ത് വേദനയും അത് കയ്യിലോട്ട് ഞരമ്പ് വഴി വേദന കഠിനമായി ഇറങ്ങുന്ന അവസ്ഥ. സെർവിക്കോബ്രാക്കിയൽ ന്യൂറാൾജിയ, സെർവിക്കൽ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നെല്ലാം ഇതിനെ നമ്മൾ പറയാറുണ്ട്. ഒരു പരിധിക്കപ്പുറം ഫിസിയോതെറാപ്പിയും മെഡിസിനും ഫലിക്കാതെ വരുമ്പോൾ നാം MRI എടുത്തു നോക്കുമ്പോൾ ഡിസ്കിൻ്റെ ദശ കഴുത്തിൽ നിന്നും മുളച്ച് കയ്യിലോട്ട് ഇറങ്ങുന്ന ഞരമ്പുകളിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നതിനാലാണ് സഹിക്കാനാവാത്ത വിധം ഇത്തരം വേദനകൾ വരുന്നത്. കൂടാതെ കഴിയുമ്പോൾ ഇതിന് നമ്മൾ ഒരു സിംഗിൾ ലെവലാണെങ്കിൽ ആൻറ്റീരിയർ സെർവിക്കൽ ഡീകംപ്രഷൻ ആൻഡ് ഫ്യൂഷൻ ACDF എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാറുണ്ട്. നമ്മുടെ റംലത്ത് പേഷ്യൻറ്റിന് ഇതേപോലെ ഒരുപാട് പ്രാവശ്യം മരുന്നും ഫിസിയോതെറാപ്പിയും ഫലിക്കാതെ വന്നപ്പോൾ MRIയിൽ കണ്ടതുപോലെ 5ാമത്തെയും 6ാമത്തെയും കശേരുവിനിടയിലുള്ള ഡിസ്ക് ദശ ഞരമ്പിലേക്ക് സമ്മർദ്ദം ചെലുത്തുകയും തന്മൂലം കഠിനമായിട്ടുള്ള വേദന വരുന്ന അവസ്ഥയായിരുന്നു. കൂടാതെ കഴിയാതെ വന്നപ്പോൾ ആൻറ്റീരിയർ സെർവിക്കൽ ഡീകംപ്രഷൻ ആൻഡ് ഫ്യൂഷൻ അഥവാ നമ്മുടെ 5ാമത്തെയും 6ാമത്തെയും കശേരുവിൻ്റെ ഇടയിലുള്ള തള്ളി നിൽക്കുന്ന ഡിസ്കിനെ എടുത്തു മാറ്റുകയും ആ 2 കശേരുക്കളെ ഗ്രാഫ്റ്റിട്ട് ഫ്യൂസ് ചെയ്യിക്കുകയും ചെയ്യുന്ന സർജറി ചെയ്തു. നമ്മുടെ രോഗിക്ക് വല്ലാത്ത റിലീഫാണ് ഈ സർജറി വഴി ലഭിച്ചത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇങ്ങനെ പലപ്പോഴും നിയന്ത്രിക്കാനാവാത്ത രൂപത്തിലുള്ള കഴുത്തുവേദന കയ്യിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ACDF അഥവാ ആൻറ്റീരിയർ സെർവിക്കൽ ഡീകംപ്രഷൻ ആൻഡ് ഫ്യൂഷൻ എന്ന സർജറി വളരെ പ്രയോജനകരമായ ഒരു പ്രൊസീജിയറാണ്. ഇതിനു മുമ്പ് ഞാൻ വേറെ കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയി. അവിടെ ഒന്നും മാറിയില്ല. ഇവിടെ വന്ന് സെമിൽ സാറിനെ കണ്ട് ഓപ്പറേഷനും കഴിഞ്ഞ് കൈയിൻ്റെ വേദനയും പോയി. ഇപ്പം സുഖമായി. സെമിൽ സാറിനും ഈ നിംസ് ഹോസ്പിറ്റലിനും നന്ദി പറയും.